മാനസികാരോഗ്യം അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അത് നമ്മളെ ഫിസിക്കലി ഉള്ള കണ്ടീഷനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ മാനസികാരോഗ്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പിന്തുടർന്ന് വരുന്ന നമ്മുടെ സ്വഭാവങ്ങൾ ഇതൊക്കെ ആയിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മാനസിക ആരോഗ്യം നശിപ്പിക്കുന്ന ചില ശീലങ്ങൾ, അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അതിലേറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത്, നമ്മൾ മലയാളികൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ കാട് കയറി ചിന്തിച്ചാണ് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സമാധാനം അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ വളരെയധികം ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ആവർത്തിച്ചുള്ള ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ചിന്തകൾ, ഓവർ തിങ്കിങ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇനി പറയേണ്ടത്, നമ്മൾ എപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായിട്ട് വളരെയധികം കമ്പാരിസൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള താരതമ്യങ്ങൾ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തലുകൾ ഒഴിവാക്കുക. കാരണം ഇപ്പോൾ ഞാൻ മോശമാണ് അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ പോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ചിന്തകൾ വരുമ്പോൾ അത് നമുക്ക് എപ്പോഴും നമ്മളെ വളരെയധികം അൺഹാപ്പി ആക്കി വയ്ക്കും, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഒരു അസംതൃപ്തിയാണ് അത് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത താരതമ്യപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കമ്പാരിസൺ ഒഴിവാക്കുക. ഇനി പറയേണ്ടത്, ഇന്ന് മലയാളി അല്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺസ് ആണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയ, ഏത് സോഷ്യൽ മീഡിയ ആയാലും നമ്മൾ ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും എപ്പോഴും അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ FB അല്ലെങ്കിൽ യൂട്യൂബ് എന്ത് കാര്യമായാലും നമ്മൾ ആവശ്യമില്ലാതെ ഒരു ടൈംലെസ് ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മൈൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്യുന്നു. യാതൊരു ലക്ഷ്യവും ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്താണ്, എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സ്ഥലകാല ബോധമില്ലാതെ നമ്മൾ മണിക്കൂറുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ സമയം കളയുന്നത്. അപ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നതും അല്ലെങ്കിൽ ഫോട്ടോസ് ഇടുന്നതും ഒക്കെ എല്ലാം അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയുള്ള മൊമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും ഇതുപോലെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ആൾക്കാർക്ക് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ അവസരമുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ ലൈഫിലെ സന്തോഷങ്ങളും ആ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ വളരെ ചെറിയ പ്രോബ്ലംസ് പോലും വലിയ പ്രശ്നങ്ങളായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സന്തോഷമില്ല, നമ്മൾ ഭയങ്കര അൺഹാപ്പിയാണ് എന്നൊക്കെയുള്ള ഒരു തോന്നലുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. മാത്രമല്ല, യാതൊരു റെലവൻസും ഇല്ലാതെ നമ്മൾ ഈ മറ്റുള്ളവരുമായിട്ട് നമ്മൾ എങ്ങനെ കമ്പാരിസൺ ചെയ്യുന്നതും നമുക്ക് ഒരു ശീലമാകും. അതുകൊണ്ട് തന്നെ ഒരു ടൈം ലിമിറ്റ് ഒന്നും വയ്ക്കാതെ, അല്ലെങ്കിൽ സ്ഥലകാല ബോധമൊന്നും ഇല്ലാതെ മണിക്കൂറുകളോളം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നൊരു സ്വഭാവമാണെങ്കിൽ അത് ഒന്ന് കൺട്രോൾ ചെയ്യുക. നമുക്ക് ഉപയോഗിക്കേണ്ടെന്നല്ല, ഉപയോഗിക്കാം, പക്ഷേ അതിനൊരു ലിമിറ്റ്, നമ്മൾ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അത് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി പറയേണ്ടത്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. നമുക്ക് രാവിലെ അല്ലെങ്കിൽ മോർണിംഗ് എക്സസൈസ് അല്ലെങ്കിൽ മോർണിംഗ് വാക്കിംഗ് ഇതൊക്കെ നമുക്ക് ഒരു ദിവസം മൊത്തം നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നമ്മളെ വയ്ക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അരമണിക്കൂർ എന്തെങ്കിലും ഒരു എക്സസൈസ് ജീവിതത്തിൽ എല്ലാ ദിവസവും, അല്ലെങ്കിൽ മോർണിംഗ് വാക്കിംഗ്, ഇതൊക്കെ എന്താണ് ശീലമാക്കുക. പിന്നെ അത് വളരെയധികം നമ്മളെ പോസിറ്റീവ് ആക്കും, അല്ലെങ്കിൽ വളരെയധികം നമ്മളെ ആക്റ്റീവ് ആക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല, നമുക്ക് ഒരു 7 to 8 hours എങ്കിലും നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങാനും അല്ലെങ്കിൽ ഒരേ സമയം ഉണരാനും ശ്രദ്ധിക്കുക. മാത്രമല്ല, നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ
സ്ക്രീൻസ്, അതായത് ഇപ്പോൾ ഫോണ് അല്ലെങ്കിൽ ടി വി, ഇതൊക്കെ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒരു അകലം പാലിക്കുക. അത് നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻസ്, ഇങ്ങനെയൊക്കെയുള്ള നല്ല ആഹാരം അതും കറക്റ്റ് സമയത്ത് നമ്മൾ കഴിക്കാൻ ശീലിക്കുക. അപ്പോൾ ഫിസിക്കലി നമുക്ക് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മുടെ മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് എപ്പോഴും ഓർക്കുക. ഇനി പറയേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ പൊതുവെ നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ലൈഫിലെ നെഗറ്റീവ്സ് എന്താണ്, പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായാലും ഇപ്പോൾ ക്രൈംസ് അല്ലെങ്കിൽ കൊലപാതകം, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തരുന്ന ന്യൂസാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ എല്ലാ ചാനലുകളിലും. ഇപ്പം ഈവൻ വാർത്താ ചാനലുകളാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിടിച്ചിരുത്തുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ന്യൂസാണ് അവരിങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിയുന്നതും ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്ന ന്യൂസ്, ഇതൊന്നും സോഷ്യൽ മീഡിയയിലായാലും ഇപ്പോൾ ടി വിയിലായാലും നമ്മൾ ഓവറായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് അറിയുക, അല്ലെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം ഇതൊരിക്കലും നമ്മുടെ മൈൻഡിനെ ഒരു പീസ്ഫുൾ ആക്കി വെക്കുന്ന കാര്യമേ അല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ഒരു സ്ട്രെസ്സ്, പേടി, ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിനാണ് ഇത് വളരെയധികം ഉപകരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ ഒരു അകലം പാലിക്കുക. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നൊരു കാര്യമാണ്. ഇത്തരം ന്യൂസുകൾ കാണുക അല്ലെങ്കിൽ ഇത്തരം നമുക്ക് സ്ട്രെസ്സ് തരുന്ന ഈ ഒരു കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതൊക്കെ. അതുകൊണ്ട് കഴിയുന്നതും നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഇത്തരം കാര്യങ്ങളെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഇനി പറയേണ്ടത്, നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് സ്ട്രെസ്സ്, വിഷമങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ്, ഇതെല്ലാം ഇങ്ങനെ ചില ആൾക്കാരുണ്ട് ആരോടും ഒന്നും പറയില്ല. മനസ്സിൽ വളരെയധികം വിഷമങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങൾ, ഇതെല്ലാം ഷെയർ ചെയ്യാൻ ആരുമില്ല. അതല്ലെങ്കിൽ ആരോടും പറയാതെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നാണ് പലപ്പോഴും സ്ട്രെസ്സ്, ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത്, ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരോടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഒരു റിലീഫ് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പ്രോബ്ലംസും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവരോട് പറയുമ്പോൾ അവർ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരും, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സമാധാനപ്പെടുത്തുമ്പോഴേക്കും നമുക്ക് വളരെയധികം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ആരോടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതാണ് വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെറുതിലേ നമ്മൾ പഠിച്ചു വരുന്നത്, നമുക്ക് നമ്മുടെ കാര്യങ്ങളെക്കാൾ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുന്നതിന്, വിഷമിപ്പിക്കാതിരിക്കുന്നതിന്, അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് കുട്ടിക്കാലം തൊട്ടേ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ മാനസികാവസ്ഥ പോലും നമ്മൾ കണക്കിലെടുക്കാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഇതിലേക്ക് നമ്മൾ പോവാറുണ്ട്. അതായത് ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക്, അതായത് നമ്മളെ പല കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിച്ചാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് കേട്ട് വളർന്ന നമ്മൾ എന്ത് ചെയ്യും, അനാവശ്യമായിട്ടുള്ള പ്രീതിപ്പെടുത്തലുകൾക്കും സന്തോഷപ്പെടുത്തലുകൾക്കും ഒക്കെ മറ്റുള്ളവരോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ബന്ധങ്ങൾ ആദ്യം മറ്റുള്ളവരെക്കാൾ പ്രയോറിറ്റി നമുക്ക് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ജീവിതത്തിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തി എന്താണെന്നുള്ളത് മറ്റുള്ളവരെ എത്രത്തോളം കൺസിഡർ ചെയ്യും എന്നുള്ളത് സെക്കൻഡറി ആണ്. കാരണം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ് വലുത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് നമുക്ക് കഴിയുന്നതിനപ്പുറം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ പ്ലീസ് ചെയ്യാനോ ഒക്കെ നമ്മൾ വളരെയധികം കഷ്ടപ്പെടുന്നു. അതെപ്പോഴും നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും അധികം നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണെങ്കിൽ പോലും നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അത് ചിലപ്പോൾ വളരെ പരിമിതമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിരലിലെണ്ണാവുന്ന ആൾക്കാരിലായിരിക്കും നമ്മുടെ ആ ഒരു സന്തോഷം അവർക്ക് അതുപോലെ സന്തോഷം തോന്നുന്നത്. അതിനപ്പുറം കാണുന്നവർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് സന്തോഷമായിരിക്കില്ല, ചെറിയൊരു അസൂയായിരിക്കും അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതുപോലുള്ള ടോക്സിക് റിലേഷൻസ് അല്ലെങ്കിൽ അവരോടൊക്കെ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അനാവശ്യമായ പ്രീതിപ്പെടുത്തലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന്
ഒഴിവാക്കുക. മാത്രമല്ല നമ്മളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കാൻ അത് നമുക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അല്ലാതെ ആ ഒരു ഡിസിഷൻ മറ്റൊരാൾ എടുത്തോട്ടെ എന്നുള്ള ചിന്തകൾ നമ്മൾ ഒഴിവാക്കുക. ഇനി പറയേണ്ടത് ജീവിതത്തിലെ പെർഫെക്ഷനിസം ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യവും 100% പെർഫെക്റ്റ് ആയിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഒഴിവാക്കുക. നമുക്ക് പറ്റുന്ന പോലെ മാക്സിമം നമ്മൾ ആദ്യം അത് ഭംഗിയായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് 100% പെർഫെക്റ്റ് ആക്കാം എന്നുള്ളത് ചിന്തിക്കുക. കാരണം ഈ ഒരു പെർഫെക്ഷനിസം പലപ്പോഴും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അതിങ്ങനെ ലാഗ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു മെൻ്റൽ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. അല്ലാതെ നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ ആദ്യം അത് ചെയ്യുക, പിന്നെ നമുക്കത് പെർഫെക്റ്റ് ആക്കാം എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഇനി പറയേണ്ടത് സെൽഫ് ബ്ലെയിമിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ പഴിചാരുക. എനിക്ക് ഒന്നിനും കഴിയില്ല, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെ വളരെ നെഗറ്റീവായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഒഴിവാക്കുക. കാരണം ഇത് പലപ്പോഴും നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ പോലും വളരെ ഓപ്പോസിറ്റായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സ്വഭാവമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പറയേണ്ടത് പല ആൾക്കാരും ഭയങ്കര വർക്ക്ഹോളിക്കാണ്. അതായത് അവരുടെ ജോലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിലെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ബന്ധങ്ങൾക്കോ പിന്നെ ഫാമിലിക്കോ ഒന്നുമല്ല, ഫസ്റ്റ് പ്രയോറിറ്റി ജോലിക്കാണ് അല്ലെങ്കിൽ വർക്കാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി വർക്കല്ല, പകരം അത് നമ്മുടെ ഫാമിലിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട റിലേഷൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവധിയും ഇങ്ങനെ വിശ്രമവും ഒന്നുമില്ലാതെ ജോലി ചെയ്യുന്ന ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. നമ്മുടെ ബ്രെയിനിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് ജോലി, ഇപ്പോൾ ഈവൻ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും നമ്മളൊരു 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ അങ്ങനെ ഒരു എന്താണ് ബ്രെയിനിന് ആ ഒരു റെസ്റ്റ് കൊടുക്കേണ്ട ആ ഒരു സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയുന്നത് ജീവിതത്തിൽ പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമെങ്കിലും ചെറിയൊരു പ്രതീക്ഷയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് അതിനു വേണ്ടി അപ്പോൾ ഡെയിലി നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യാം, അതിനു വേണ്ടി ചെയ്യാം എന്നൊരു ചിന്ത നമ്മളിൽ വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മളൊന്ന് ആക്റ്റീവ് ആവും, അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഇനി ചില ആൾക്കാരുണ്ട് ജീവിതത്തിൽ അതിരുകിടന്ന പ്രതീക്ഷകൾ വച്ച് പുലർത്തുന്ന ആൾക്കാർ. ഞാൻ എന്ത് ചെയ്താലും അത് ഓക്കെ ആവും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അത് വളരെ സക്സസ്സിലെത്തും എന്ന ഓവർ കോൺഫിഡൻസും ആവാതിരിക്കുക. കാരണം ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നതും അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും ഓക്കെ ആവും എന്ന് വിചാരിക്കുന്നതും രണ്ടും നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് വരുന്ന ഇമോഷൻസ്, അതായത് പല സമയത്തും പല സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വരുന്ന ഇമോഷൻസിനെ അതുപോലെ പ്രകടിപ്പിക്കാറില്ല, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വയ്ക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ വന്നാൽ അത് എക്സ്പ്രസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ കരയാറില്ല. അതെല്ലാം മനസ്സിൽ ഇങ്ങനെ ഒതുക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സന്തോഷം വരുമ്പോൾ ഉറക്കെ ചിരിക്കുക, അല്ലെങ്കിൽ വളരെയധികം സന്തോഷം നമ്മളത് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ കരയാൻ തോന്നുകയാണെങ്കിൽ കരയുക. അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ മാനസികാവസ്ഥയിൽ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം പ്രഷർ തരുന്ന കാര്യങ്ങളാണെങ്കിൽ, നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ജേർണലിംഗ് ഒരു ശീലമാക്കുക, നമ്മളതൊന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ നമുക്ക് നമ്മുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യാതെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്വഭാവം ജീവിതത്തിൽ ശീലമാക്കുക എന്നുള്ളതാണ്. ഇനി പറയേണ്ടത് നമ്മളെ കുറിച്ച്, അതായത് അവനവനെ കുറിച്ച് എല്ലാ കാര്യങ്ങളിലും സ്വഭാവങ്ങളിലും രീതികളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ നല്ലൊരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശീലങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ഇഷ്ടക്കേടുകൾ, നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, നിങ്ങളുടെ പോസിറ്റീവ്സ്, നെഗറ്റീവ്സ്, ഇതൊക്കെ മറ്റൊരാൾ പറഞ്ഞു തരാതെ നമ്മൾ തന്നെ നമ്മളെപ്പറ്റി നല്ലൊരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക്
വളരെയധികം നമ്മുടെ ജീവിതത്തിലുള്ള ടെൻഷൻസ് ഒക്കെ നമുക്ക് റിലീഫ് ചെയ്യാൻ പറ്റും. കാരണം മറ്റൊരാൾ നമ്മളെപ്പറ്റി നെഗറ്റീവ് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ക്രിറ്റിസിസം പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മെൻ്റൽ ടെൻഷൻ അല്ലെങ്കിൽ അത് നമ്മുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. പക്ഷേ പകരം നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, നമുക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടെന്ന് നമ്മൾ സ്വയം അറിഞ്ഞിരുന്നാൽ മറ്റൊരാൾ പറയുമ്പോൾ അത് നമ്മളെ അത്രയും ബാധിക്കില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഡെയിലി ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആ ഒരു ഡെയിലി ലൈഫിലെ റൊട്ടീനിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും നമ്മൾ കൊണ്ടുവരിക. ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന വളരെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ ശീലങ്ങളിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് നമുക്ക് വളരെയധികം ഇതെല്ലാം മാറ്റി നമുക്ക് നമ്മുടെ ലൈഫ് പഴയതുപോലെ ആക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ജീവിതത്തിൽ ദിവസം ഒരു കാര്യത്തിലെങ്കിലും ഒരു ചെറിയ നമ്മുടെ ചിന്തകളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ സ്വഭാവത്തിൽ നാളെ മുതൽ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നമ്മൾ ഒരു മാറ്റം കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ തീരുമാനിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ വളരെ മോശം സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയത്തിൽ ഞാനിന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക. നിങ്ങളുടെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത്. എന്നെ കണ്ടിരിക്കുന്ന ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു. ഇനി പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.